വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. പൂരി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പം എപ്പോഴും അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് പൂരി മസാല അല്ലെങ്കിൽ പൊട്ടാറ്റോ കറി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പൊട്ടാറ്റോ കറി ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം നമുക്ക് ഈ പൊട്ടാറ്റോസ് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 300 ഗ്രാമോളം ഉണ്ട്. 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ്. ഇതിലേക്ക് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്യാം. ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ഞാനൊരു 10 മിനിറ്റും കൂടെ വെക്കും. അതുവരെ കുക്ക് ചെയ്തെടുക്കും. കിഴങ്ങ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. എണ്ണ ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. ഒപ്പം തന്നെ ഉഴുന്ന് പരിപ്പ്. ഇത് ഓപ്ഷനില്ല, നിർബന്ധമില്ല, പക്ഷെ ഉള്ളത് നല്ലൊരു ടേസ്റ്റാണ്. തീ കുറച്ച് വെച്ചേക്കുകയാണ്. ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ ആവാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് ബെറ്റർ ഫ്ലേവർ കേട്ടോ. ഇതിലേക്ക് സവോള, ഒരു വലിയ സവോള സ്ലൈസ് ചെയ്താണ് എടുത്തേക്കുന്നത്. അതിനൊപ്പം തന്നെ പച്ചമുളക്, 4 പച്ചമുളക്, എരിവനുസരിച്ച് അവരവരുടെ എരിവനുസരിച്ചിട്ടിടാം. 1 ടീസ്പൂൺ ഇഞ്ചി ഫൈൻ ചോപ്പ് ചെയ്തത്. ഗാർലിക്, എല്ലാവരും ഒന്നും ഗാർലിക് ഇടാറില്ല, ഞാൻ പക്ഷെ എപ്പോഴും ഒരു ഗാർലിക് സ്ലൈസ് ചെയ്തിട്ട് ഇടും. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അണിയൻസ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ബ്രൗണിങ് ആവശ്യമില്ല. അണിയൻസ് നന്നായിട്ടൊന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഒരു വിസിൽ വന്ന് കഴിയുമ്പം തീ കുറച്ച് വെക്കുക. തീ ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. ഇപ്പോൾ സവോള നന്നായിട്ട് സോഫ്റ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്തു. നമ്മൾ കുറച്ച് മഞ്ഞൾ വേവിക്കാനായിട്ട്, പൊട്ടാറ്റോ വേവിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. പൊട്ടാറ്റോസ് നമ്മൾ 1 വിസിൽ വന്നു കഴിയുമ്പം തീ കുറച്ച് ഒരു 10 മിനിറ്റ്സ് വെച്ചു. ഇനി ഫുൾ പ്രഷർ റിലീസായി കഴിയുമ്പോൾ തുറക്കാം. നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാറ്റോസൊക്കെ നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലേവർ ഇതിനകത്തേക്ക് പിടിക്കാനായിട്ട് ഈ വെള്ളത്തോട് കൂടെ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നല്ലൊരു ബോയിൽ വരട്ടെ. നല്ലൊരു ബോയിൽ വന്നു. ഇനിയും ഇത് കുറച്ച് നേരം കുക്കാവണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പൊട്ടാറ്റോസ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത്രയും വലിയ പീസസ് ആവശ്യമില്ല. എന്നാൽ ഇടയ്ക്ക് പൊട്ടാറ്റോസ് വേണം തന്നെ ഒരു ബൈറ്റിന്. ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ സോൾട്ട് ചെക്ക് ചെയ്തപ്പം ഇച്ചിരി സോൾട്ട് കുറവാണ്, കുറച്ചുകൂടെ സോൾട്ട് ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ആ ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് അബ്സോർബ്ഡ് ആവുന്ന വരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നന്നായിട്ട് തിക്കായി, ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട്. നമ്മൾ ഉടനെ സെർവ് ചെയ്യുവാണെങ്കിൽ ഈ തിക്നെസ് ഓക്കെയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് വീണ്ടും ഇരുന്ന് തിക്കാവും. അപ്പോൾ അത് കണക്കിലാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു നുള്ള് കായം പൊടിയും കൂടി ഇടും, ചെറിയൊരു നുള്ള്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ ഫ്ലേവർ ബോംബ് മല്ലിയില കുറച്ച് മിക്സ് ചെയ്യുക. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചിലർക്ക് ഇതിലും അയവിലാണ്
ഈ മസാല ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുള്ള ഒഴിച്ചൊന്നുകൂടെ നീട്ടിയെടുത്താൽ മതി. ഇതിലും തിക്കായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ തിക്കാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പൂരി ബാജി അല്ലെങ്കിൽ പൊട്ടറ്റോ കറി റെഡിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാൻ നമ്മൾ ആ കായൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ വരും ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പൂരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ പൂരിയുടെ കൂടെ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.